ചെയ്യട്ടെ. ശരി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം സംഗീത ചികിത്സ എന്നുള്ളതാണ്. സംഗീതാമൃതം, ആരോഗ്യ പരിപാലനം സംഗീതത്തിലൂടെ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയ്ക്ക് തലക്കെട്ടായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോ ഓൾറെഡി ഡോക്ടർ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. കാരണം ഇന്ന് തൊട്ട് വേൾഡ് മ്യൂസിക് തെറാപ്പി വീക്ക്, സംഗീത ചികിത്സാ വാരം നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് 2023 തൊട്ടാണ് ഇത് ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്തവണ നമ്മളുടെ ലോകത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് പോലെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കൊല്ലത്തെ തീമായിട്ട്, അതായത് ഇക്കൊല്ലത്തെ സംഗീത ചികിത്സാ വാരത്തിന്റെ പ്രധാനപ്പെട്ട ആശയമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് കണക്റ്റിംഗ് ബോർഡേഴ്സ് എന്നുള്ളതാണ്. അതിർത്തികളെ തമ്മിൽ ചേർക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു ആശയം. അപ്പോൾ അതിർത്തികളെ തമ്മിൽ ചേർക്കാൻ ഏറ്റവും നല്ലൊരു വസ്തു സംഗീതം തന്നെയാണ്. കാരണം സംഗീതത്തിന് അതിർത്തികളില്ല, അതിർവരമ്പുകളില്ല. നമ്മളെല്ലാതരം സംഗീതവും, അത് സംഗീതം ശരിക്ക് ഹൃദയത്തിനെയാണ് സ്പർശിക്കുന്നത്, അല്ലാതെ ഇന്ന രാജ്യത്തെ ആളുടെ ഹൃദയം അങ്ങനെയൊന്നുമില്ല. അപ്പോ ആൾക്കാരുടെ മനസ്സുകളെ തമ്മിൽ ചേർക്കാൻ ഇതിലും നല്ല വേറെ ഒരു ഉപാധി നമ്മുടെ കയ്യിലില്ല. അപ്പോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ എന്താണ് സംഗീത ചികിത്സ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആർക്കെങ്കിലും ഒന്ന് രണ്ടു പേർക്ക് പറയാമോ? സംഗീത ചികിത്സ എന്നുള്ളത് ഇപ്പൊ അത്യാവശ്യം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി കുറെ പേര്, എനിക്ക് തോന്നുന്നത് ഇപ്പോ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ഒന്ന് രണ്ടു പേര് ആരെങ്കിലും എന്താണ് സംഗീത ചികിത്സ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരെങ്കിലും ഒന്ന് രണ്ടു പേര്? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഡോക്ടറെ, ഞാൻ പറയട്ടെ? പറയൂ. ഞാൻ ഡോക്ടർ ധന്യ. എനിക്ക് സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ സംഗീതം കേൾക്കുമ്പോഴാണ് നമുക്ക് ആസ്വദിക്കാനും ഒരു ഫീലിംഗ് നമുക്ക് വരുന്നത്. അത് ഹാപ്പി മൂഡ് ആയാലും സാഡ് മൂഡ് ആയാലും ഒരു സംഗീതം കേട്ടാൽ ഭയങ്കര ഒരു സന്തോഷം, മനസ്സിലൊരു നല്ലൊരു ഫീലിംഗ് ആണ്. അത്രേ എനിക്ക് അറിയുള്ളൂ. ഞാൻ വലിയ സംഗീത ഇതൊന്നും അറിയാത്ത ആളാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അത് നല്ലൊരു തുടക്കമാണ്, വളരെ നല്ലൊരു തുടക്കമാണ്. താങ്ക് യു ആ ഒരു ആശയം പങ്കുവച്ചതിന്. പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ? പറയട്ടെ? പറയൂ. ഈ സംഗീതത്തിന് വൈകാരികതകളെ തൊടാനുള്ള ഒരു കഴിവുണ്ടല്ലോ, മൂഡുകളെ ചേഞ്ച് ആക്കാനുള്ള ഒരു കഴിവ്. അത് പലപ്പോഴും രോഗാവസ്ഥയെ മാറ്റാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മ്യൂസിക് തെറാപ്പിക്ക് അധികം പ്രാധാന്യം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. അത് ശരി തന്നെയാണ്, അതും ശരിയായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. ഇനി ആരും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇടയിലാണെങ്കിലും പറഞ്ഞോളൂ. എപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറി പറയാൻ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ഈ ആശയങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സംഗീതം എല്ലാവരുടെയും വികാരങ്ങളെ സ്പർശിക്കുന്ന, ഹൃദയത്തിനെ സ്പർശിക്കുന്ന, പിന്നെ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു വസ്തുവാണ്. അപ്പോ അത് തന്നെയാണ് അതിന്റെ ഒരു ചികിത്സയിലുള്ള പ്രാധാന്യം. മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും എന്നുള്ള ഒരു ചിന്ത സംഗീത ചികിത്സയുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അപ്പോ നമ്മളൊരു ഇതിനെ നിർവചിക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ പലതരം നിർവചനങ്ങൾ ഇപ്പോ രംഗത്തുണ്ട്.
സംഗീത ചികിത്സ എന്ന് പറയണതിൽ അതിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ആശയം, സംഗീതവും അല്ലെങ്കിൽ സംഗീതത്തിന്റെ പല ഘടകങ്ങളെയും ഏതെങ്കിലും ഒരു രോഗശാന്തി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കാം എന്നുള്ളതാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു നിർവചനം. സംഗീതം അല്ലെങ്കിൽ സംഗീതമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളെ ഒരു രോഗശാന്തി എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാവുന്ന ഒരു നിർവചനം. അപ്പോ സംഗീതം മാത്രമല്ല, സംഗീതത്തിന്റെ പല ഘടകങ്ങളും എന്ന് പറയുന്നുണ്ട്. പല ഘടകങ്ങളെ പറ്റിയിട്ട് എന്താണ് എന്നുള്ളൊരു സംശയം ആദ്യം തന്നെ വരാം. ഇപ്പോ സ്ക്രീനിൽ കാണുന്നത് അതിന്റെ പല പല സംഗീതം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് ചേർത്ത് തന്നെ മനസ്സിൽ ഓർമ്മ വരുന്ന അല്ലെങ്കിൽ അതിനോട് ചേർത്ത് സംസാരിക്കാവുന്ന പല കാര്യങ്ങളാണ്. ഇപ്പോ ബീറ്റ്, റിതം, ലിറിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വരികള്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ വരികളുണ്ട്, അതിന്റെ ഒരു സംഗീതമുണ്ട്, അതായത് അതിനൊരു ലയമുണ്ട്, താളമുണ്ട്, പിന്നെ അതിനൊരു ശ്രുതിയുണ്ട്, സ്വരങ്ങളുണ്ട്, രാഗമുണ്ട്. അപ്പൊ ഇങ്ങനെ പല പല, പിന്നെ അത് കൂടാതെ അതിന്റെ എഫക്റ്റുകൾ, നേരത്തെ പറഞ്ഞ പോലെ വികാരങ്ങളെ സ്പർശിക്കുക, വൈകാരികമായിട്ടുള്ളൊരു ഒരു എഫക്റ്റ് ഉണ്ട്, പിന്നെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല പല കോണ്ടെക്സ്റ്റുകളിൽ ഇതെല്ലാം പ്രധാനമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഗീത ചികിത്സയുടെ ഭാഗമാണ്. ഇത് ഇപ്പൊ നമ്മള് സാധാരണ പറയുന്ന പോലെ ഇപ്പോ ഒരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും, നമ്മൾ സാധാരണ ചെടികള്, അതുകൊണ്ടുണ്ടാക്കുന്ന കഷായം, ചൂർണം, ഗുളിക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതും ഈ കാര്യങ്ങളെല്ലാം സംഗീത ചികിത്സയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഓക്കെ, ഇതിന്റെ തരംതിരിക്കല്, എന്തൊക്കെ തരത്തിലെ സംഗീത ചികിത്സ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിൽ ചെയ്യാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീത ചികിത്സ ഇപ്പോഴും അതിന്റെ ശൈശവാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു ശാഖയാണ്. ഭാരതത്തിലെ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും അത് വളരെ പതുക്കെയാണ് വളരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഒരു വളർച്ച എത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ശാഖ പൂർണ്ണ വളർച്ച എത്തുക അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ലെവലിൽ എത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് ഏതൊരു ശാസ്ത്രശാഖയെ പോലെയും അതിനെ ഒന്ന് വ്യവസ്ഥപ്പെടുത്തി കൊണ്ടുവരിക, അതിന് ഒരു വ്യവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചിട്ട, ഒരു ചട്ടക്കൂടുകൾ അതിനുണ്ടാക്കുക, നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറയാതെ പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും അത് ചെയ്യാൻ സംഗീത ചികിത്സയില് വളരെ അധികം ബുദ്ധിമുട്ടുകളുണ്ട്, കുറെ തടസ്സങ്ങളുണ്ട്. അതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീത ചികിത്സ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശാസ്ത്രീയമാണോ അത്രത്തോളം തന്നെ അത് കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എത്ര കണ്ട് ശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു അത്രയും തന്നെ കലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാഖയാണ്. കല എന്ന് പറയുമ്പോൾ അതിലെ അടിസ്ഥാനം മനോധർമ്മമാണ്. അതായത് കലാകാരന്റെ മനോധർമ്മമാണ് അതിന്റെ അടിസ്ഥാനം. മനോധർമ്മത്തിനെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചിട്ടപ്പെടുത്താൻ പറ്റില്ല, അതിനെ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, അതിനെ വ്യവസ്ഥപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിനെ വ്യവസ്ഥപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഭംഗി പോയി. കല എന്നുള്ളത് അതിന്റെ ആസ്വാദനത്തിന്റെ ഒരു ലെവല് തന്നെ ആകെ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ കലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാഖയായതുകൊണ്ട് മനോധർമ്മം എന്നുള്ളത് ഈ ശാഖയിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാട്ട് തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ആചാര്യന്മാരും സംഗീതജ്ഞന്മാരും ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന പാട്ടുകളുണ്ട്. അതല്ലാതെ സിനിമയില് പല സംഗീതകാരന്മാരും ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഒറിജിനൽ കേൾക്കുന്ന പോലെയല്ല നമ്മൾ വേറൊരാൾ പാടുന്നത് കേൾക്കുക. അതിപ്പോ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ പോലത്തെ ഒരു പാട്ടുകാരനാണെങ്കിൽ നമ്മളതിനെ വേറെ വേറെ തരത്തിൽ കേൾക്കും. ഇപ്പൊ ഹരിഹരന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേജിൽ ഓരോ തരത്തിലാണ് പാടുക. ഒറിജിനൽ പാടിയ പോലെ പിന്നെ എവിടെയും പാടുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഒരേ കലാകാരൻ തന്നെ പല സ്ഥലത്ത് പാടുമ്പോൾ പല രീതിയിൽ പാടുന്ന തരത്തില് അത്രയും വൈവിധ്യമാർന്ന ഒരു കാര്യമാണ് കല എന്നുണ്ടെങ്കിൽ
കുറേ പേര് ഈ കലയെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് എല്ലാം ഒരേപോലെ ആവണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ഒട്ടും അതിന്റെ ആസ്വാദനത്തിനെ വളരെയധികം ബാധിക്കും എന്നുള്ളത് കൊണ്ടൊക്കെയാണത്. അപ്പോൾ അതേ കാര്യം തന്നെ ഇവിടെ നമുക്ക് പറയാം. ഒരു സംഗീത ചികിത്സകൻ, മ്യൂസിക് തെറാപ്പി ചെയ്യുന്നത് ഇപ്പൊ പലപ്പോഴും അവരവരുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ചാണ്. എന്നാൽ ഒരു ശാസ്ത്രത്തോട് നമ്മൾ കലയെ ചേർക്കാൻ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മനോധർമ്മത്തിന് വിട്ടുകൊടുത്താൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ചില ഗൈഡ് ലൈൻസ് പോലെ പറയേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മ്യൂസിക് തെറാപ്പിയുടെ പ്രാക്ടീസിൽ അതാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അത് തന്നെ പലതരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ ഏത് തരത്തിലാണ് മ്യൂസിക് തെറാപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതനുസരിച്ച് പലതരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവും. നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് ഏതാണോ അത് പിന്തുടരുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മ്യൂസിക് തെറാപ്പിയുടെ കാര്യത്തിൽ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അത്തരം ചില ഗൈഡ് ലൈൻസ് ആണ്. നമുക്ക് 4 തരത്തിലെ മ്യൂസിക് തെറാപ്പിയെ തരംതിരിക്കാം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്, അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഉണ്ട്. അത് ഇങ്ങനെയാണ്: റിസെപ്റ്റീവ്, റീക്രിയേറ്റീവ്, ഇംപ്രവൈസേഷണൽ, കമ്പോസിഷണൽ. ഇത് ആഗോളതലത്തിൽ സമ്മതിച്ചിട്ടുള്ള ഒരു തരംതിരിക്കലാണ്. റിസെപ്റ്റീവ് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് തെറാപ്പിസ്റ്റ് ആണ് അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുക. മ്യൂസിക് തെറാപ്പിസ്റ്റ് അവിടെ സംഗീതം ഉപയോഗിച്ച് പല ചികിത്സകൾ ചെയ്യും. അപ്പോൾ അവിടെ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് ജസ്റ്റ് കേൾക്കുക മാത്രമേ ഉള്ളൂ, റിസീവർ ആയിരിക്കും. ഇതാണ് റിസെപ്റ്റീവ്. റീക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ തെറാപ്പിസ്റ്റ് ഒരു കാര്യം ചെയ്യുന്നത് ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് റീക്രിയേറ്റ് ചെയ്യും, അതിനെ തിരിച്ചുണ്ടാക്കും. ഒരു പാട്ട് പാടിക്കൊടുക്കുക, അത് തിരിച്ചു പാടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ വരിക. ഇംപ്രവൈസേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു പാട്ടിനെ തെറാപ്പിസ്റ്റും പേഷ്യന്റും കൂടിയിട്ട് അതിനെ വേറെ തരത്തിലാക്കി മാറ്റും. കമ്പോസിഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരുമിച്ചിരുന്ന് ഒരു പുതിയൊരു പാട്ട് ഉണ്ടാക്കുക പോലെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒറിജിനൽ ആയിട്ട് വളരെ സർഗാത്മകമായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കും. അതാണ് കമ്പോസിഷണൽ. അപ്പൊ ഇങ്ങനെ 4 തരത്തില് ഒരു തരംതിരിപ്പുണ്ട്. പിന്നെ അതുകൂടാണ്ട് ആക്റ്റീവ്, പാസീവ് എന്നുള്ളത് വേറൊരു തരത്തില്, 2 തരത്തിൽ നമ്മൾ തരംതിരിക്കാൻ നോക്കുമ്പോൾ വരുന്നതാണ് ആക്റ്റീവ്, പാസീവ് എന്നുള്ളത്. ആക്റ്റീവ് എന്നുള്ള സമയത്ത് എന്താ വെച്ചാൽ ക്ലയന്റ് കൂടി ഇതിൽ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. പാസീവ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് ഇൻവോൾവ് അല്ല, ക്ലയന്റ് അവിടെ റിസീവിങ് എൻഡിൽ ഇരിക്കുകയുള്ളൂ, തെറാപ്പിസ്റ്റ് മാത്രമേ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതാണ് പാസീവ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി. അപ്പൊ ഇങ്ങനെ നമുക്ക് പല തരത്തിൽ തിരിക്കാൻ പറ്റും. അപ്പോൾ ഇനിയും നമുക്ക് പല അടിസ്ഥാനം മാറ്റുന്നതനുസരിച്ച് നമുക്ക് തരംതിരിപ്പിൻ്റെതും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി മ്യൂസിക് തെറാപ്പി എന്നുള്ളൊരു ശാഖ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ജനറൽ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഓൾഡ് ഏജ് ഹോമുകൾ, ജനറൽ ഹോസ്പിറ്റലുകളിൽ എവിടെയാ സർജറി ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് എസ്പെഷ്യലി ഉപയോഗിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഏരിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. OPD റൂമുകളിൽ, IPDകളിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ മ്യൂസിക് തെറാപ്പി ഉപയോഗിക്കുന്ന ഒരു വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഓൾഡ് ഏജ് ഹോമുകള്, പിന്നെ സൈക്യാട്രിക് ഫെസിലിറ്റി, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അവര് ഇപ്പൊ ഒരു മെയിൻ ഉപാധിയായിട്ട് ഈ മ്യൂസിക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂള്, ഓട്ടിസ്റ്റിക് കുട്ടികളും ഒക്കെ ഉള്ള സ്കൂളുകളിൽ, അല്ലെങ്കിൽ ഓട്ടിസം അല്ലാണ്ട് മറ്റു ബിഹേവിയറൽ അസുഖങ്ങളും എല്ലാം ഉള്ള സ്കൂളുകളിൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ജയിലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി സെന്ററുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡി അഡിക്ഷൻ സെന്ററുകളിൽ മ്യൂസിക് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. ഡി അഡിക്ഷനിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന പല മ്യൂസിക് തെറാപ്പിസ്റ്റുകളും ഉണ്ട്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, HR ട്രെയിനിങ്ങുകളിലും ഒക്കെ മ്യൂസിക് തെറാപ്പി ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നല്ലാതെ പ്രൈവറ്റ് പ്രാക്ടീസ്, യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സ്ഥലം, അസിസ്റ്റഡ് ലിവിങ് കമ്മ്യൂണിറ്റീസ്, അങ്ങനത്തെ പല സെന്ററുകളിലും ഇപ്പൊ മ്യൂസിക് തെറാപ്പി വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്, ഒരു സാധനയാണ്. ഓക്കെ, എങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുക? സൈക്യാട്രിക് ഡിസോർഡേഴ്സ്, അതെല്ലാവരും ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ, ഇപ്പോ നമ്മളുടെ കൂടെയുള്ള 2 പേര് പറഞ്ഞത് മനസ്സിനെ പറ്റി തന്നെയാണ്. മനസ്സിന് ശാന്തി കിട്ടുന്നു, വൈകാരികമായിട്ടുള്ള തലങ്ങളെ സ്പർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. അപ്പൊ തന്നെ നമുക്കറിയാം മ്യൂസിക് എന്നുള്ളത് സൈക്യാട്രിയിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. പിന്നെ നമ്മൾ സർജറിയുടെ കാര്യം പറഞ്ഞു.
സർജറിക്ക് മുന്നേയും കഴിഞ്ഞിട്ടും സർജറി നടക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അനസ്തേഷ്യ ആയിട്ട് റിലേറ്റ് ചെയ്ത് അനസ്തെറ്റിക് എഫക്റ്റിന് വേണ്ടിയിട്ട് അനസ്തെറ്റിക് മരുന്നുകളുടെ അളവ് കുറയ്ക്കാൻ, അതിന്റെ എഫക്റ്റിന്റെ സമയം കൂട്ടാൻ പോലെയുള്ള കാര്യങ്ങൾക്ക് സംഗീതം ചേർത്ത് ഉപയോഗിക്കുന്ന പ്രാക്ടീസുകളുണ്ട്. ന്യൂറോ റീഹാബിലിറ്റേഷൻ, സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സ്പീച്ച് പ്രശ്നമുള്ള ആൾക്കാർ, അവർക്കൊക്കെ സ്പീച്ച് തെറാപ്പിയുടെ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയുടെ ഒപ്പം തന്നെ മ്യൂസിക് തെറാപ്പിയും ഉപയോഗിക്കുന്നുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററുകളിൽ, തൃശ്ശൂരൊക്കെയുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ സ്ഥിരമായിട്ട് എല്ലാ തിങ്കളാഴ്ചകളിലും മ്യൂസിക് തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാൻസർ വന്ന സെന്ററുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ റീഹാബിലിറ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡെവലപ്മെന്റൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഡിക്ഷൻ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓൾഡ് ഏജ് ഹോം, ജീരിയാട്രിക് കെയർ, ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മ്യൂസിക് തെറാപ്പി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില വിഭാഗങ്ങൾ. ഇനി സംഗീത ചികിത്സയുടെ വകഭേദങ്ങൾ എന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള പലതരത്തിലുള്ള അപ്രോച്ചുകളാണ്. പലതരത്തിൽ അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് അതിന്റെ ചില അപ്രോച്ചുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് കുറച്ച് അപ്രോച്ചുകൾ. ഓക്കെ, സ്ക്രീൻ കാണാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഡോക്ടറെ കാണാം. ഓക്കെ. അപ്പം മ്യൂസിക് തെറാപ്പിയെ സൗണ്ട് തെറാപ്പി ആയിട്ട് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. സൗണ്ട് തെറാപ്പിയിൽ എന്താണ് അവർ ചെയ്യുക? അവർ മെയിനായിട്ട് ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസി ആണ് നമ്മൾ കൊടുക്കുന്ന പാട്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന ശബ്ദം എന്നുള്ള തരത്തിൽ നോക്കിയിട്ടുണ്ട്. വെസ്റ്റേൺ മെഡിസിനിലൊക്കെ കൂടുതലും സൗണ്ട് തെറാപ്പിയെ മ്യൂസിക് തെറാപ്പിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ സൗണ്ട് തെറാപ്പി പൊതുവെ അവർ മ്യൂസിക് തെറാപ്പി എന്നുള്ള ഒരു തലക്കെട്ടിന്റെ അടിയിലേക്ക് കൊണ്ടുവരാറില്ല. കാരണം അത് ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടാണ് ചെയ്യാം. ഫ്രീക്വൻസിയിൽ മെയിനായിട്ട് അവർ റെസൊണൻസ് പോലെയുള്ള കാര്യങ്ങൾ, ബ്രെയിൻ വേവ്സിനെ പറ്റിയിട്ട് പഠിച്ച് അതായിട്ട് ചേർക്കാൻ നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ട്യൂണിംഗ് ഫോർക്ക് വെച്ച് ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി വെച്ച് മറ്റേ ട്യൂണിംഗ് ഫോർക്കിനെ റെസൊണന്റ് ആക്കുക പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അപ്രോച്ച് തന്നെയാണ് ഇവിടെ ബ്രെയിൻ വേവ്സ് റിലേറ്റ് ചെയ്തിട്ടും ചെയ്യാം. പിന്നെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന മ്യൂസിക് തെറാപ്പി ഉണ്ട്. അതുകൂടാതെ ഈ കാണുന്ന പടത്തിലുള്ള ടിബറ്റിയൻ സിംഗിങ് ബൗൾ ബുദ്ധിസ്റ്റുകൾ ഉപയോഗിക്കുന്ന, ബുദ്ധിസ്റ്റ് സന്യാസിമാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത് ഒരു ഉപകരണത്തിൽ നിന്ന് ഒരു തരം ഫ്രീക്വൻസിയേ വരുള്ളൂ. ആ രീതിയിൽ പലതരത്തിലുള്ള ഫ്രീക്വൻസികൾ കിട്ടുന്ന പലതരത്തിലുള്ള സിംഗിങ് ബൗളുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രീക്വൻസി ബേസ്ഡ് അല്ലെങ്കിൽ സൗണ്ട് തെറാപ്പിയുടെ അടിയിൽ വരുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ പാട്ട് കേൾക്കുമ്പോൾ ശാന്തി കിട്ടും, മനഃശാന്തി കിട്ടും, അല്ലെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടും എന്നൊക്കെ പറയുന്ന തരത്തിൽ. അപ്പോൾ ജസ്റ്റ് പാട്ട് കേൾപ്പിക്കുക, അത്രേ ഉള്ളൂ. നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി പാട്ട് കേൾപ്പിക്കുക, അത് ഫീൽ ഗുഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി. ആ രീതിയിൽ മ്യൂസിക് തെറാപ്പി പ്രാക്ടീസ് ഉണ്ട്. അത് കൂടാണ്ട് രാഗ തെറാപ്പി എന്ന് പറഞ്ഞ് ചെയ്യുന്നതുണ്ട്. അതായത് അതിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ പർട്ടിക്കുലർ രാഗങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുക, സ്പെസിഫിക് ആയിട്ട് രാഗങ്ങൾ നോക്കിയിട്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നവരസങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഈ നവരസങ്ങൾക്ക് പാകത്തിന് രാഗങ്ങളെ ചേരുംപടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന രസം, ശൃംഗാരരസം അല്ലെങ്കിൽ രൗദ്രരസം അല്ലെങ്കിൽ കരുണരസം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്ന രാഗങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ള തരത്തില് രാഗങ്ങളെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചില അസുഖങ്ങളെ, ഇന്ന അസുഖം വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു തരം അസുഖം വരണമെങ്കിൽ ഇന്ന തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവണം, മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ചിന്ത വരണം, എന്നാലേ ഈ അസുഖം വരുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലൂയിസ് ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ എഴുത്തുകാരിയുണ്ട്. ആള് ഇതുമാതിരി ഒരിടയ്ക്ക് സൈക്കാട്രിസ്റ്റ് ഒക്കെ ആയിരുന്നു. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല എഴുത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ആളുടെ ഒരു പുസ്തകമുണ്ട്, ആളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതില് ഓരോ അസുഖങ്ങളും വരണമെങ്കിൽ മനസ്സിൽ ഏതൊക്കെ ചിന്തകളാണ് വേണ്ടത് എന്ന് A to Z ആൽഫബറ്റിക്കൽ ഓർഡറിൽ അസുഖങ്ങളെ മുഴുവൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഗൂഗിളിൽ അവൈലബിൾ ആണ്, സെർച്ച് ചെയ്താൽ കിട്ടും. ലൂയിസ് ഹേ എന്നാണ് ആ ഒരു എഴുത്തുകാരിയുടെ പേര്. സോറി, എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇടയില്? ഇല്ല ഡോക്ടറെ, കണ്ടിന്യൂ ചെയ്യുന്നു. കുഴപ്പമില്ല അല്ലേ? ഓക്കെ. അപ്പൊ ലൂയിസ് ഹേയുടെ ഒരു ലിസ്റ്റ് ആണ്, അത് ഗൂഗിളിൽ അവൈലബിൾ ആണ്, അത് നോക്കിയാൽ കാണാം. അപ്പൊ അതനുസരിച്ച് നവരസങ്ങളെയും ഒക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ചിന്തകൾ മാറ്റാൻ ഏത് രാഗാണ് വേണ്ടതെന്ന് ഡയറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതിനനുസരിച്ച് പോകുന്നതാണ് രാഗ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കാം. പിന്നെ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അത് ഇപ്പൊ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഈ പ്രോട്ടോകോളുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോട്ടോകോളുകൾ മുഴുവൻ മോഡേൺ സൈക്കോളജി റിലേറ്റഡ് ആണ്. സൈക്കോളജിയിൽ ഇപ്പൊ എന്തൊക്കെ പ്രോട്ടോകോളുകൾ ഉണ്ടോ, എന്തൊക്കെ തിയറികൾ ഉണ്ടോ, സൈക്കോളജിയിൽ പല സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്. ബിഹേവിയറൽ സ്കൂൾ ഉണ്ട്, പിന്നെ അല്ലാതെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഉണ്ട്, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ഉണ്ട്, സൈക്കോ അനാലിസിസ്, സൈക്കോ ഡെവലപ്മെന്റൽ തിയറി ഉണ്ട്. ഇതുപോലെയുള്ള തിയറികള് അതിന്റെ കൂടെ സംഗീതം കൂടിയും ചേർത്ത് ഒരു മ്യൂസിക് തെറാപ്പി പ്രോട്ടോകോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പല മ്യൂസിക് തെറാപ്പി പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട്. പിന്നെ പറയുന്ന മന്ത്രം വെച്ചിട്ടില്ല, മന്ത്ര തെറാപ്പി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, പലതരം മന്ത്രങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല അസുഖങ്ങൾക്കും ജ്യോതിഷത്തോട് ചേർത്ത് മന്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന പല പുസ്തകങ്ങളുണ്ട്. വീരസിംഹാവലോകനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അതിലൊക്കെ മന്ത്രങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മന്ത്ര ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പി ഉണ്ട്. അത് കൂടാതെ ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് തെറാപ്പി ഉണ്ട്, അത് ദോഷങ്ങളെ വെച്ച്, ദോഷചിന്ത. അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷൻ എല്ലാ ശനിയാഴ്ചകളും അല്ലെങ്കിൽ ഈ ഒരു നിശ്ചിത ഗ്യാപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻസ് കുറച്ചായി നടക്കുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് കേൾക്കണ എല്ലാവർക്കും ദോഷങ്ങളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിയുന്നുണ്ടാവും. അപ്പോൾ വാതപിത്ത കഫങ്ങളെയൊക്കെ വെച്ച് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ പാകത്തിന് എങ്ങനെയുള്ള തരം സംഗീതങ്ങൾ വേണം, എങ്ങനെയുള്ള തരം ടെക്നിക്കുകൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയുർവേദിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നത് ആയുർവേദ ബേസ്ഡ് മ്യൂസിക് തെറാപ്പിയാണ്. അതൊരു അപ്രോച്ച് ആണ്. ബാക്കി എല്ലാ അപ്രോച്ചുകളെയും നമുക്ക് അതിന്റെ അടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഒരു സവിശേഷത. കാരണം ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനെ നോക്കിക്കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോ അതേ ചിന്താഗതി വെച്ച് നമുക്ക് ബാക്കി എല്ലാ വിഭാഗങ്ങളെയും നോക്കിക്കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദ ബേസ്ഡ് മ്യൂസിക് തെറാപ്പി ഒരു വേറൊരു സ്കൂൾ ഓഫ് തോട്ട് ആണ്. ഓക്കെ, അപ്പോ ഇത് മ്യൂസിക് തെറാപ്പിയുടെ പല അപ്രോച്ചുകൾ, പല തരത്തിലുള്ള അപ്രോച്ചുകളാണ്. ഇപ്പോ സ്ക്രീനിൽ കാണുന്നത് പലതരം മ്യൂസിക് തെറാപ്പി, വളരെ ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള പല മ്യൂസിക് തെറാപ്പിസ്റ്റുകളാണ്. അതുകൂടാതെ അവരുടെ സംഘടനകളുമാണ്. ഇതാണ് ഇപ്പോ, ഇത് ജസ്റ്റ് ഞാനൊരു റെഫറൻസിന് വെച്ചതാണ്. ഇവര് എല്ലാവരും എൻ്റെ ഗുരുക്കളാണ്, എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്നും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ സെന്ററുകളൊക്കെ ആർക്കെങ്കിലും മ്യൂസിക് തെറാപ്പിയിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സെന്ററുകളുടെ പേര് വെച്ചതാണ്. ആർക്കെങ്കിലും എഴുതി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഇദ്ദേഹമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഡോക്ടർ ടി.വി. സായിറാം സാർ എന്നുള്ള അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ മ്യൂസിക് തെറാപ്പി എന്ന് അറിയപ്പെടുന്ന മഹത് വ്യക്തിത്വം. ഓക്കെ, ഡോക്ടർ ടി.വി. സായിറാം സാർ. ഇനി സംഗീത ചികിത്സയുടെ പ്രവർത്തന രീതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള സ്കൂളുകളിൽ നമുക്ക് പല രീതിയിൽ ആലോചിക്കാൻ പറ്റും. ഇതിനെ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മളുടെ ശരീരത്തിന് എങ്ങനെ ഇത് റിസൾട്ട് തരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പല രീതിയിൽ ആലോചിക്കാൻ പറ്റും. ഇപ്പൊ ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ എല്ലാം പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആയുർവേദത്തിന്റെ ഒരു കാഴ്ചപ്പാടില് എങ്ങനെ നമുക്കിതിനെ വിശദീകരിക്കാം, സംഗീത ചികിത്സ അതിന്റെ ഒരു പിന്നിലുള്ള യുക്തിയെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം എന്നുള്ളതിന്റെ ഒരു ചെറിയ അതിന്റെ ഒരു വിശദീകരണം ഞാൻ തരാൻ ശ്രമിക്കാം. ത്രിവിധ ഹേതുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ത്രിവിധ ഹേതുക്കൾ, ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്നാണ് അർത്ഥം. ഏതൊരു അസുഖം വരാനും ബാഹ്യമായിട്ടുള്ള 3 കാരണങ്ങളാണ് പറയുന്നത്. ബാഹ്യമായിട്ടുള്ളത് എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിൽ അസുഖം നടക്കുന്ന സമയത്ത്
എന്താണ് പ്രശ്നത്തിൽ, എന്താണ് തകരാറായിരിക്കുന്നത് എന്നുള്ളതല്ല. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിനെ സമവായി അസമവായി കാരണം എന്നുള്ള രീതിയിലൊക്കെ ആയുർവേദം പറയും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിമിത്ത കാരണം എന്ന് പറയുന്ന ആ ഒരു ശരീരത്തിൽ ഉണ്ടായ തകരാറ് എങ്ങനെയാണ് ഉണ്ടായത്, അതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പുറമേ നിന്നുണ്ടായ ഒരു കാരണം എന്താണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് പലതരം കാരണങ്ങൾ ആലോചിക്കാം. നമുക്ക് എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയുണ്ട്. ഇപ്പൊ ഒരു യാത്ര ചെയ്തു, അല്ലെങ്കിൽ വെള്ളത്തിൽ കളിച്ചു, കാറ്റ് ചെവിയിലടിച്ചു, അല്ലെങ്കിൽ കുറെ എന്റെ ശരീരത്തിന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഞാൻ ഇട്ടു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറ്റാത്തത് കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു പകർന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഞാൻ താഴെ വീണ് എൻ്റെ നടു കുത്തി വീണു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല തരത്തിൽ നമുക്ക് കാരണങ്ങൾ നമുക്കിങ്ങനെ എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര അധികം ഉണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ആയുർവേദത്തിനെ 3 തലക്കെട്ടുകളുടെ അടിയിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കും. ആ 3 തലക്കെട്ടുകൾ ഇതൊക്കെയാണ്. ആയുർവേദം പറയുക അവസാനം ഈ 3 കാരണങ്ങളേ ഉള്ളൂ ലോകത്ത് എന്തൊരു രോഗം വരാനും, ഈ 3 കാരണങ്ങളേ ഉള്ളൂ. ഈ കാരണങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ കാലപരിണാമം, കാലം മാറുന്നതനുസരിച്ച് അസുഖങ്ങൾ വരാം. പിന്നെയുള്ളത് പ്രജ്ഞാപരാധം. പ്രജ്ഞാപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ടോപ്പിക്കാണ്, സംസാരിക്കാൻ ഇപ്പൊ സമയം കിട്ടിയെന്ന് വരില്ല. എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യുന്ന, നമുക്ക് ചെറിയ രീതിയിൽ അതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടായിരുന്നു, എന്നാലും നമ്മളുടെ സ്വയം നമുക്കൊരു കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ അറിഞ്ഞിട്ടും ചെയ്യുന്ന തെറ്റുകൾ എന്നുള്ള രീതിയിലൊക്കെ വളരെ ചുരുക്കി പറയാൻ പറ്റും. അത് മാത്രമൊന്നല്ല, അതിലും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും പ്രജ്ഞാപരാധം എന്നുള്ളത് നമ്മളുടെ പ്രജ്ഞ, അല്ലെങ്കിൽ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു ഘടകമാണ്, ഒരു മുഖ്യ ഘടകമാണ് പ്രജ്ഞ, ബുദ്ധിയുടെ ഒക്കെ ഒരു ഘടകമാണ്. അപ്പൊ ഈ പ്രജ്ഞ അതിനോട് അപരാധം ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്ക് അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന പല തെറ്റുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കണക്കാക്കാം. അത് കൂടാണ്ട് അടുത്തത് വരുന്നത് അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം എന്നുള്ളതാണ് 3ാമത്തെ വരുന്നത്. അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, തൊലി, ചെവി എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട്. കണ്ണുകൊണ്ട് നമ്മൾ കാണും, മൂക്ക് കൊണ്ട് നമ്മൾ മണക്കും, നാവ് കൊണ്ട് രുചിക്കും, തൊലി കൊണ്ട് നമ്മൾ തൊട്ടറിയും, ചെവി കൊണ്ട് കേൾക്കും. ഈ 5 തരത്തിലെ നമുക്ക് ലോകത്തിനെ അറിയാൻ പറ്റുള്ളൂ. 6ാമതൊരു തരം ഇല്ല. അപ്പൊ എന്തൊരു സാധനം, നമ്മൾ നല്ലൊരു സദ്യ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സദ്യയിലെ പല വിഭവങ്ങൾ കാണാം, അതിന്റെ മണം നമുക്ക് അനുഭവിക്കാം, അത് രുചിച്ചറിയാം, അതിനെ തൊട്ട് നോക്കാം, അതിന്റെ ടെക്സ്ചർ, അതിലിപ്പോ പപ്പടമൊക്കെ പൊടിക്കുന്ന ശബ്ദം പോലെയുള്ളതുണ്ടെങ്കിൽ അത് കേൾക്കാം. ഇത് 5 തരത്തിലല്ലാതെ നമുക്ക് അതിനെ അറിയാൻ വേറൊരു വഴിയില്ല. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്തോട്ടും പുറത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ പുറമേയുള്ള കാര്യങ്ങളെ ശരീരം കാണാൻ വേണ്ടിയിട്ട്, ആ കാര്യങ്ങളെയൊക്കെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് തന്നിരിക്കുന്ന വാതിലുകളാണ് ഈ 5 തരത്തിലുള്ള വാതിലുകളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കൂടെ നമ്മൾ എന്തൊക്കെ അകത്തേക്ക് എടുക്കുന്നുവോ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവണം എന്ന് ആയുർവേദം പറയുന്നുണ്ട്. അത് സാത്മ്യമായിരിക്കണം. സാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ചേരുംപടി ചേർക്കാൻ പറ്റുന്നതാവണം. എന്തിനോട് ചേർക്കാൻ പറ്റുന്നതാവണം? ആത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നത്. സാത്മ്യം എന്ന് പറയണതിന്റെ എനിക്ക് ചേരുന്ന കാര്യങ്ങളാണ് എന്റെ സാത്മ്യം. അപ്പൊ സാത്മ്യമായിട്ടുള്ള എന്റെ ശരീരത്തിൽ എനിക്ക് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ഞാൻ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ ഉള്ളിലേക്ക് എടുക്കാൻ പാടുള്ളത്. അതല്ലാത്തൊരു കാര്യം, ചേരാത്ത സാധനം ആണ് അസാത്മ്യമായിട്ടുള്ള സാധനം. അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ദ്രിയങ്ങളിൽ കൂടെ അകത്തേക്ക് എടുക്കുന്ന കാര്യങ്ങൾ എന്റെ ശരീരത്തിന് ചേരാതെ വരിക. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുക. അതിന്റെ 3ാമത്തെ ഒരു തരം. അപ്പൊ ഇങ്ങനെ 3 തരത്തിൽ മാത്രമേ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചികിത്സ വളരെ എളുപ്പമാണ്. നിദാന പരിവർജനം എന്നാണ് പറയുക. അതായത് നമ്മൾ എന്താണ് നമ്മൾ പ്രശ്നമായത് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ പ്രതിപ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ ചികിത്സയായി. ചികിത്സ നിദാന പരിവർജനം ആണ് എന്നാണ് പറയുക. കാലപരിണാമം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളെ നമുക്ക് എങ്ങനെ
അതിന് പ്രതിരോധിക്കാം, അത് വരാതെ എങ്ങനെ നോക്കാം, അതിനാണ് ഋതുചര്യ ദിനചര്യ പോലെയുള്ള കാര്യങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച് നമ്മളുടെ ശീലങ്ങളും മാറ്റണം, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ മാറ്റണം. നമ്മൾ തണുപ്പ് കാലത്തൊക്കെ നല്ല വിശപ്പുള്ള സമയത്ത് കഴിക്കുന്ന അത്രയും ചൂട് കാലത്തോ മഴക്കാലത്തോ വിശപ്പ് കെട്ടിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. അപ്പോ മഴക്കാലത്ത് നമ്മൾ ആചരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മഴക്കാലത്തിന്റെ ഋതുചര്യയായിട്ട് പറയപ്പെടുന്നു. തണുപ്പ് കാലത്താണെങ്കിൽ അതിനുള്ള ഋതുചര്യയുണ്ട്, വേനൽക്കാലത്താണെങ്കിൽ അതിന് പാകത്തിനുള്ള ഋതുചര്യയുണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന് എല്ലാം വിധേയനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാലപരിണാമം കാരണം അസുഖം വരാനുള്ള സാധ്യത കുറയും. അതാണ് കാലപരിണാമത്തിന് നമ്മൾ എങ്ങനെ പ്രതിപ്രവർത്തനം ചെയ്യുന്നു എന്ന് പറയാം. പ്രജ്ഞാപരാധം കാരണമുള്ളത് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സദ്വൃത്തങ്ങൾ, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, സ്വയം ഒരു നിയന്ത്രണം ഉണ്ടാവുക പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പ്രജ്ഞാപരാധം മൂലം അസുഖം വരാതെ നമുക്ക് നോക്കാം. ഇനി അസാത്മ്യേന്ദ്രിയാർത്ഥ സംയോഗം വഴി അസുഖം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് പ്രതിപ്രവർത്തനം ചെയ്യാം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനെ സാത്മ്യമാക്കി കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കും. അത് കൂടാതെ അസുഖം വരാതിരിക്കുക എന്നുള്ളത് ആരോഗ്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രോഗം ഇല്ലാത്ത അവസ്ഥ മാത്രമാണോ ആരോഗ്യം? രോഗം അല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് നമ്മൾ പറയും. ആരോഗ്യം മാത്രം പോരാ, അതിന്റെ ഒരു പടി കൂടി മുകളിലേക്ക് എത്തിയിട്ട് നമ്മൾ പറയും സ്വാസ്ഥ്യം എന്ന് പറയും. സ്വാസ്ഥ്യം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രോഗം വരുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് അതിന്റെ നമ്മൾ ആരോഗ്യത്തിനെ ആസ്വദിക്കുക, ആ ആരോഗ്യം കാരണം ഉണ്ടാകുന്ന ആനന്ദത്തിനെ ആസ്വദിക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ കാലപരിണാമം കാരണമുള്ളത് ഋതുചര്യം ദിനചര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുന്നില്ല എന്ന് മാത്രമല്ല, ആ ഋതുവിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നിലനിൽക്കുകയും ചെയ്യും. അതുകൂടാതെ കട്ടായിട്ടില്ലല്ലോ അല്ലെ? ഇല്ല ഡോക്ടറെ. ഇല്ല ഡോക്ടറെ, കട്ടായിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോ അതേപോലെ സദ്വൃത്തങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രജ്ഞാപരാധം കാരണമുള്ള അസുഖം വരാതിരിക്കാൻ മാത്രമല്ല, ഇപ്പൊ പ്രജ്ഞാപരാധം കാരണമുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. അതായത് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അസുഖം വരില്ല എന്നുള്ളത് ഉറപ്പിക്കാം. പക്ഷെ ആ രീതിയിൽ അസുഖം വരുന്നില്ല എന്ന് മാത്രമല്ല, ആ സമയത്തുള്ള ഒരു പ്രജ്ഞാപരാധം കാരണം ഉള്ള ഒരു അസുഖത്തിന്റെ കാര്യമേ അവിടെ ഉദിക്കുന്നില്ല, പ്രശ്നമേ ഉദിക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ ആരോഗ്യത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ എത്തണമെങ്കിൽ സദ്വൃത്തം കൂടിയും ചെയ്യണം. അസാത്മേന്ദ്രിയാർത്ഥ സംയോഗത്തിന്റെ കാര്യത്തില് 3 സ്റ്റെപ്പാണ്. ഒരു മിനിറ്റ്. ഓക്കെ. അസാത്മേന്ദ്രിയാർത്ഥ സംയോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ 3 തരത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. അസാത്മ്യേന്ദ്രിയാർത്ഥ സംയോഗത്തിൽ നിന്ന് നമ്മൾ അതിനെ സാത്മ്യേന്ദ്രിയാർത്ഥ സംയോഗമാക്കി എന്ന് വിചാരിക്കുക. അപ്പോ അസുഖമില്ലാതിരിക്കും, പക്ഷെ ആരോഗ്യമായോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴും അതായിട്ടില്ല. അപ്പൊ അതിനെ 3ാമത്തെ ലെവലിലേക്ക് കൊണ്ടുപോകണം. സാത്മ്യേന്ദ്രിയാർത്ഥ സംയോഗത്തിൽ നിന്ന് ഉത്കൃഷ്ട ഇന്ദ്രിയാർത്ഥ സംയോഗം, അതായത് ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങള് മോശമായാൽ അസുഖം വരും, മോശമല്ലാതിരുന്നാൽ അസുഖം വരാതിരിക്കും, നല്ലതായാൽ നമുക്ക് ആരോഗ്യത്തിന്റെ ആ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റും. അതായത് അസാത്മ്യേന്ദ്രിയാർത്ഥ സംയോഗം, നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ മോശമായാൽ രോഗം വരും, അത് മോശമല്ലാതിരുന്നു കഴിഞ്ഞാൽ രോഗം വരാതിരിക്കും, എന്നാൽ നല്ലതാണെങ്കിൽ ആരോഗ്യം അനുഭവിക്കാൻ പറ്റും. ഇതാണ് 3 സ്റ്റെപ്പ്. ഇനി ഈ കാര്യങ്ങൾ നമ്മൾ പല ഇന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞു. ഇത് നമ്മൾ ചെവിയുടെ കാര്യത്തില് കർണേന്ദ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ദ്രിയത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ചുരുക്കി കൊണ്ടുവരാണ്. ഓക്കെ. അസാത്മേന്ദ്രിയാർത്ഥ സംയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം ശബ്ദങ്ങൾ കേൾക്കണു.
ഒരു ട്രാഫിക് ബ്ലോക്കിൽ പോയി നിന്നാൽ മതി അല്ലേ? നമ്മൾ പലതരം ഹോണുകൾ കേൾക്കും. അതൊന്നും നമ്മളുടെ ചെവിക്ക് എപ്പോഴും പറ്റാത്ത കാര്യങ്ങളാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സ് മടുക്കും അല്ലെ? ആകെ നമുക്ക് പറ്റാതെയാവും. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും തലവേദനയാവും. അല്ലെങ്കിൽ ബഹളം വെക്കുന്ന ഒരു അടി കൂടുന്ന സമയത്ത്, ഓഫീസ് നമ്മൾ വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കാം, സമയത്ത് അപ്പുറത്ത് വലിയൊരു അടി നടക്കുകയാണ്, ഭയങ്കര ബഹളാണ്, വർക്ക് ചെയ്യാൻ തന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അല്ലെ? അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം. അതിൽ നിന്ന് സാത്മ്യമാവാന്ന് പറഞ്ഞാൽ ഓക്കെ, ബഹളങ്ങളൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. സാധാരണ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങള് സാധാരണ ഒച്ചയിൽ മാത്രമേ ഉള്ളൂ. സാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം കുഴപ്പമില്ല. ഇനി ഉത്കൃഷ്ട ഇന്ദ്രിയാർത്ഥ സംയോഗം, ആരോഗ്യം അനുഭവിക്കണമെങ്കിൽ മനസ്സിന്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, ആ ഡോക്ടർ പറഞ്ഞ പോലെ, മനഃശാന്തി കിട്ടാൻ, മനസ്സിനൊരു സുഖം കിട്ടാൻ, വൈകാരികമായിട്ടുള്ള ഒരു സ്വാസ്ഥ്യം അനുഭവിക്കാൻ നമ്മൾ എന്താണ് കർമ്മേന്ദ്രിയത്തിൽ കൂടെ എടുക്കണ്ടേ? നല്ല ശബ്ദം എടുക്കണം അല്ലെ? ഈ നല്ല ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതമല്ലാത്ത വേറെ ഏത് നല്ല ശബ്ദമാണ് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യം? ഇത്രയും നല്ലൊരു ശബ്ദം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ എന്ത് തരത്തിലുള്ള ശബ്ദമാണ്, അല്ലെങ്കിൽ ശബ്ദത്തിനെ നല്ലതാക്കാൻ ഇനി എന്താണ് ചെയ്യണ്ടേ എന്ന് നമ്മൾ ഇത്രയും ആലോചിക്കേണ്ട വേറെ കാര്യമില്ല. അവിടെയാണ് സംഗീത ചികിത്സ എന്നുള്ളത് വളരെയധികം പ്രസക്തമാവുന്നത്. കാരണം സംഗീതം എന്നുള്ളത് നമ്മള് മനസ്സിന്, അതായത് നമ്മള് അസുഖം വരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ശക്തി കൂട്ടാൻ ചവനപ്രാശമൊക്കെ എങ്ങനെയാണോ കഴിക്കുന്നത്, അതുപോലെയാണ് മനസ്സിന്റെ ശക്തി കൂട്ടാൻ നമ്മള് സംഗീതം കേൾക്കുന്നത്. ഓക്കെ, അതാണ് ഉത്കൃഷ്ട ഇന്ദ്രിയാർത്ഥ സംയോഗം. അപ്പൊ ഉത്കൃഷ്ട ഇന്ദ്രിയാർത്ഥ സംയോഗം എന്നുള്ളത് കർണേന്ദ്രിയം, ചെവി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയത്തിന്റെ അവിടേക്ക് നമ്മൾ ചേർക്കുമ്പോൾ എന്താണോ നമുക്ക് ആവശ്യം എന്ന് നമുക്ക് തോന്നുന്നത്, അതാണ് സംഗീത ചികിത്സ നമുക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് സംഗീത ചികിത്സയുടെ ആയുർവേദം അനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തന രീതി. ഇനി ഏകദേശം സമയം കഴിയാറായി. എന്നാലും അവസാനമായിട്ട് നമുക്ക് സംഗീത ചികിത്സ നമ്മൾ പ്രാക്ടിക്കലി വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇനി അടുത്തത് സംസാരിക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ വേറെ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരു മിനിറ്റ് കൂടി ഒന്ന് തരൂ. ഓക്കെ, ഇനി സംഗീതം അല്ലെങ്കിൽ ഒരു ശബ്ദം നമ്മൾ കേൾക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറവിടം ഉണ്ട്. അത് കൂടാണ്ട് അത് നമ്മളുടെ ചെവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ഉണ്ട്, ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ചെവിയുമുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ ആവശ്യം. അപ്പോൾ സംഗീത ചികിത്സ നമ്മളുടെ വീട്ടിൽ ചെയ്യുമ്പോൾ സ്വയം നമ്മൾ ജസ്റ്റ് മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ട ചില കാര്യങ്ങളാണ് ഈ ഓരോ സാധനങ്ങളെയും നമുക്ക് എങ്ങനെ മികച്ചതാക്കാം എന്നുള്ളത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഏറ്റവും സോഴ്സ് എങ്ങനെ നല്ലതാക്കാം എന്ന് നോക്കുന്നിടത്താണ് ഏറ്റവും നല്ല സംഗീതം കേൾക്കുക, അത് നല്ല രീതിയിൽ കേൾക്കുക. നമ്മളിപ്പോ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ഇയർബഡ്സ് വെച്ചിട്ടാണോ കേൾക്കുന്നേ, അത് വെച്ച് കുറെ നേരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെവിയുടെ കേൾവി ശക്തിയെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ ഏറ്റവും നല്ല വഴി എന്താ? ഒരു സ്പീക്കറിലിട്ട് കേൾക്കാം. പക്ഷെ സ്പീക്കറിലിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ, അതും കൂടിയും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള പല പല ഘടകങ്ങളെ ആലോചിച്ച് ഏറ്റവും നല്ല ഒരു മാധ്യമം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ട്രാൻസ്മിഷൻ മീഡിയവും ഇതിൽ വരും. ട്രാൻസ്മിഷൻ മീഡിയത്തിന്റെ കാര്യം നോക്കുമ്പോഴാണ് നമ്മൾ എത്ര കണ്ട് ഉച്ചത്തിൽ വെക്കണം, എത്ര ദൂരെ വെക്കണം, അടുത്ത് വെച്ച് കേൾക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരിക. പിന്നെ ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്ത് പാട്ടാണ് നമ്മൾ കേൾക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്ത് തരം പാട്ടുകളാണ് കേൾക്കുന്നത്, ഇത് നല്ല, അതായത് എൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഇപ്പൊ ഏറ്റവും നല്ലത്
ഹംസധ്വനി രാഗത്തിലുള്ള പാട്ടാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഹംസധ്വനി രാഗത്തിലുള്ള വാതാപി ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീർത്തനം നമുക്ക് കിട്ടി. അത് പലരും കേട്ടിട്ടുണ്ടാവും, വാതാപി ഗണപതി എന്നുള്ള കീർത്തനം. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് കീർത്തനങ്ങൾ തീരെ ഇഷ്ടമില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഹംസധ്വനി രാഗം എൻ്റെ അവസ്ഥയ്ക്ക് ചേർന്നതാണെങ്കിലും വാതാപി ഗണപതി എന്നുള്ളൊരു കൃതി ഞാൻ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോ തന്നെ ആ മൃദംഗവും ആ തമ്പുരുവിന്റെ ആ ഒരു ശബ്ദവും ഒക്കെ എൻ്റെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഞാൻ വളർന്നു വന്ന സാഹചര്യം വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പല സ്വഭാവ വിശേഷങ്ങൾ വെച്ചിട്ടൊക്കെ എനിക്ക് കർണാട്ടിക് മ്യൂസിക് കേട്ടാൽ തന്നെ ആകെ ഒരു മടുപ്പാവും. അങ്ങനെയുള്ള സമയത്ത് ഞാൻ വാതാപി ഗണപതിയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടുന്നത് കേൾക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ചികിത്സയല്ല നടക്കുക, അവിടെ നമുക്ക് തലവേദന ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ദാസേട്ടന്റെ ശബ്ദമാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എനിക്ക് സിനിമാ പാട്ടുകളാണ്, ദാസേട്ടന്റെ പഴയ പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം എന്ന് വിചാരിക്കാം. ദാസേട്ടന്റെ പാട്ടുകൾ നോക്കുക, അതിലിപ്പോ പല സൈറ്റുകളും ഇപ്പൊ അവൈലബിൾ ആണ്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മലയാളം സംഗീതം .info എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്, ഗൂഗിളിൽ പോയാൽ കിട്ടും. അതിലെ പാട്ടുകളുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, ഒരു ഡിക്ഷണറി പോലെ. അതിൽ നമ്മൾ ഹംസധ്വനി രാഗത്തിലുള്ള പാട്ടുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലിസ്റ്റ് വരും, സിനിമാ പാട്ടുകൾ വരും. ഉദാഹരണത്തിന് ഉത്രാടപ്പൂനിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവണിയിൽ നിത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലവേവാ. ഈ ഒരു പാട്ട് ഹംസധ്വനിയിലാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു പക്ഷെ ആ ഒരു മൂഡ് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ പാട്ട് നമുക്ക് തരുന്നൊരു മൂഡ്, അതിന്റെ ആ ഒരു ഫീല്, അതൊക്കെയാണ് നമുക്ക് കൂടുതൽ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേട്ടാൽ മതി. അപ്പൊ അവിടെ നമ്മള് എന്താണ് ആ ഒരു സാഹചര്യത്തിന് ഹിതം എന്ന് നോക്കുന്നതിന് കൂടെ എനിക്കെന്താണ് സുഖം എന്നുകൂടി നോക്കുന്നു. ഹിതവും സുഖവും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് നമ്മൾ അവിടെ ചെയ്യുക. അത് വളരെ മ്യൂസിക് തെറാപ്പിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന രാഗം പാട്ട്, ഈ രാഗത്തിലുള്ള പാട്ട് കേൾക്കണം എന്ന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രാഗത്തിലുള്ള ഏത് തരം പാട്ടും കേൾക്കാം, ആ രാഗത്തിലുള്ള ക്ലാസിക്കൽ മ്യൂസിക് തന്നെ കേൾക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത കാര്യം. അതേപോലെ തന്നെ റിസീവർ വളരെ പ്രധാനമാണ്. ചെവിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് പാട്ട് കേൾക്കണതിനെ പറ്റി പറഞ്ഞു. അതല്ലാണ്ടും പല മെത്തേഡുകൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലിറിക് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ലിറിക് ഡിസ്കഷൻ, അതിലിപ്പോ നമ്മള് ലിറിക്സ് ആണ് ശ്രദ്ധിക്കുക കൂടുതൽ. സോറി, അപ്പോ ലിറിക്സിന് പ്രാധാന്യമുള്ള ചില പാട്ടുകളാണ്, അല്ലെങ്കിൽ ആ പ്രാധാന്യമുള്ളത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവസ്ഥയ്ക്ക് ചേർന്ന ലിറിക്സ് ഉള്ള പാട്ടുകളാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിന് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലിറിക് ഡിസ്കഷന് ഈ അടുത്ത് വന്ന പാട്ടുകളില് ആശാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ സിനിമയില് സൂരജ് സന്തോഷ് പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്, കുഞ്ഞിക്കവിൽ മേഘമേ എന്ന് പറഞ്ഞിട്ട്. ആർക്കെങ്കിലും അറിയോ? ഞാൻ ഇവിടെ ഇത് കേട്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ പാട്ട് കേൾക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും ആ പാട്ട് അറിയുമെങ്കിൽ ഒരു രണ്ടുപേരി പാടിയാൽ നല്ലതായിരിക്കും. കുഞ്ഞിക്കവിൽ മേഘമേ എന്ന് പറഞ്ഞിട്ട്. അതല്ലേ? അത് തന്നെ പാടിക്കോളൂ. അതിന്റെ ലിറിക്സ് അറിയില്ല, കേട്ടിട്ടുണ്ട് ഈ പാട്ട്. എന്നാലും രണ്ടുപേരും പാടിക്കോളൂ, പാടിയത് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? കുഞ്ഞിക്കവൾ മേഘമേ തുള്ളി തുളുമ്പാതെ നീ. കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ
ഇത് കിട്ടത്തില്ല. ട്യൂൺ പാടിയാലും മതി, കുഴപ്പമില്ല. ട്യൂൺ ആയാലും മതി. വേറുമൊരു തൂവൽ പോൽ അല്ലേ അത്? അത് തന്നെ, അത് തന്നെ. സ്ക്രീൻ കാണാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ലിറിക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. കാണാനുണ്ടോന്ന് അറിയില്ല. ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഫോണില്. ഇല്ല അല്ലെ? ഓക്കെ ഓക്കെ, എന്നാ കുഴപ്പമില്ല. താങ്ക് യു. നന്നായി പാടി, നന്നായി പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. അപ്പൊ ഈ പാട്ട് കണ്ടു കഴിഞ്ഞാൽ കേൾക്കാൻ തന്നെ നല്ല രസമാണ്. അത് കൂടാണ്ട് അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ നിൽക്കും, ഇടയിൽ ഭയങ്കര സ്റ്റൈലായിട്ട് വരും, അതായത് നല്ല റിച്ച് ആയിട്ട് കയറി വരും. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇൻസ്ട്രുമെന്റേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ, വെണ്ണിനാമോ രാവിൽ പുലരാനായി എന്നൊക്കെയുള്ള പോർഷൻ കഴിഞ്ഞ്, അതൊക്കെ അതിന്റെ ഒക്കെ അർത്ഥം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കുറെ വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. എഴുതാപ്പുറങ്ങളിൽ പഴിവാക്കൊരായിരം ഇരയരുതേ കരളിതളോ മൃദുലം തരളം തുടരൂ നടനം. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ, ഒന്നൂടെ തുടങ്ങാമിനി വിണ്ണെത്തിപ്പിടിക്കാമിനി ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണു നീ. അപ്പൊ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റും ക്ലയന്റും കൂടിയിട്ട് അത് പാടും. തെറാപ്പിസ്റ്റ് ആദ്യം തന്നെ തീരുമാനിക്കും, ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ക്ലയന്റിന് ആവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ക്ലയന്റിന് ചിലപ്പോൾ ഒരു ട്രോമ കാരണം ആകെ തളർന്നു പോയി, മൊത്തത്തിൽ മനസ്സ് മടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പറ്റിയൊരു പാട്ടാണ്. അപ്പൊ അവർ ഒരുമിച്ച് ചേർന്ന് പാടും. ചിലപ്പോൾ തെറാപ്പിസ്റ്റിന്റെ കയ്യിൽ വല്ല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, ഗിറ്റാർ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ കൂടെ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ ഏതെങ്കിലും മ്യൂസിക് അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് ഈ പാട്ട് പാടും. അതിനുശേഷം പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലയന്റിന്റെ കൂടെ ഇരുന്ന് ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യും, ഈ വരികളെ പറ്റിയിട്ട്. എന്നിട്ട് ചർച്ച ചെയ്ത് ചിലപ്പോൾ ഈ വരി വീണ്ടും പാടും, ഒരേ വരി തന്നെ. ചിലപ്പോൾ ഒരുമിച്ച് പാടും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ വായിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ക്ലയന്റിന്റെ മനസ്സ് മൊത്തത്തിൽ ഒന്ന് ഒരു ഉണർവ് വന്നിട്ടുണ്ടാവും. അതാണ് ലിറിക് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നീക്കാണത് മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എത്ര ടെക്നീക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10, 100, 150ഓളം ടെക്നീക്കുകൾ ഉണ്ട്. അതിലെ ഒരു ടെക്നീക്ക് ലിറിക് ഡിസ്കഷൻ ആണെങ്കിൽ വേറൊരു ടെക്നീക്കാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. അതുപോലെ ഒട്ടനവധി ടെക്നീക്കുകൾ ഉണ്ട്. ഇതിലെ കുറെ ടെക്നീക്കുകളൊക്കെ സൈക്കോളജി ബേസ് ആയിട്ട് വന്നിരിക്കുന്ന ചില ടെക്നിക്കുകളാണ്. ഓക്കെ, അപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, മെന്റലി പ്ലീസിങ് ഡിസൈറബിൾ എന്നുള്ളത് സുഖവും ഹിതവും ചേർത്ത് വേണം നമ്മൾ എന്ത് തരം പാട്ട് വേണം അല്ലെങ്കിൽ എന്ത് തരം ടെക്നിക്ക് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പോ ഒട്ടും പാടാൻ അറിയാത്ത ഒരാളെ കൊണ്ട് പാടിക്കാൻ നോക്കുന്ന സമയത്ത് എത്ര കണ്ട് നമ്മൾ അവരെ പുഷ് ചെയ്യണം എന്നുള്ളതെല്ലാം വളരെ ശ്രദ്ധിക്കണം. കാരണം ചില സമയത്ത് ആള് പാട്ട് പാടാത്തത്, ആൾക്ക് പാട്ട് പാടി തുടങ്ങുന്ന സമയത്ത് വല്ല ട്രോമാറ്റിക് ആയിട്ടുള്ള വല്ല ഇൻസിഡന്റ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അയാളോട് പെട്ടെന്ന് പാട്ട് പാടാൻ പറയുന്നത് ചിലപ്പോൾ ഒരു നല്ല ടെക്നിക്ക് ആവില്ല. പ്രോബബ്ലി 1-2 ആഴ്ചത്തെ സെഷൻ കഴിയുമ്പോഴേക്കും അത് പാടി തുടങ്ങുമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവരെ പുഷ് ചെയ്യരുത്. അവർക്ക് ഏറ്റവും ഹിതകരമായിട്ടുള്ള ടെക്നിക്ക്, എന്നാൽ അവരുടെ സൗഖ്യം കൂടി കണക്കിലെടുത്ത് വേണം ടെക്നിക്കുകൾ ചെയ്യാൻ. അപ്പോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച്
രാഗങ്ങളുടെ, അതായത് ഇത് പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന എവിഡൻസ് ആണ്. കുറെ രാഗ തെറാപ്പി ചെയ്യുന്ന ആൾക്കാര് ചെയ്ത് അവർക്ക് അവര് കണ്ടെത്തിയിട്ടുള്ള ചില റിസൾട്ട്, അതിനെ ബേസ് ചെയ്തിട്ട് അവര് ചില ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നതാണത്. അപ്പൊ ഈ രാഗങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന ശങ്കരാഭരണം എന്ന് പറഞ്ഞിട്ടുള്ള രാഗം എന്തിനു ഉപയോഗിക്കാം എന്നൊക്കെയുള്ളതിനെ പറ്റി ചില കൺസെൻസസ് ഉണ്ട്. ഇപ്പൊ നീലാംബരി ഉറക്കത്തിനാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഓമനത്തിങ്കൾ കിടാവോ പോലെയുള്ള പാട്ട്, അങ്ങനത്തെ പാട്ടുകളെല്ലാം നീലാംബരി രാഗത്തിലാണ്. പക്ഷെ ആ രാഗം മാത്രം നോക്കിയ കാര്യമില്ല, താളം പോലെയുള്ള സംഗീതത്തിലെ മറ്റു പല ഘടകങ്ങളും നോക്കണം. ആര് പാടുന്നു എന്നുള്ളത് നോക്കണം, പാടുകയാണോ അതോ വല്ല ഇൻസ്ട്രുമെന്റിൽ വായിക്കുകയാണോ എന്നുള്ളത് നോക്കണം. ഈ എല്ലാ ഘടകങ്ങളെ പറ്റി നോക്കിയിട്ട് വേണം നമ്മൾ അവസാനം മ്യൂസിക് തെറാപ്പി ചെയ്യാൻ. രാഗം അതിലൊരു പ്രധാനപ്പെട്ട ഘടകം മാത്രമേ ആവുന്നുള്ളൂ. അപ്പൊ ഇത് കുറച്ച് രാഗങ്ങളുടെ ലിസ്റ്റാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ശങ്കരാഭരണം, നീലാംബരി, തോടി, ഹിന്ദോളം, അമൃതവർഷിണി പോലെയുള്ള രാഗങ്ങളൊക്കെ എന്തിനു ഉപയോഗിക്കാം എന്നുള്ളത്. കുറച്ചും കൂടി രാഗങ്ങളുണ്ട്, ഞാൻ അതും കൂടിയും കാണിച്ചിട്ട് നിർത്താം. ആഹിർ ഭൈരവി, ഖരഹരപ്രിയ, ഹംസധ്വനി, കല്യാണി, മായാമാളവ ഗൗള പോലെയുള്ള രാഗങ്ങളുടെ എഫക്റ്റുകളാണ് ഇതില്. ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. പന്തുവരാളി, വരാളി, വസന്ത, കാപ്പി, ദേശ്. ഇത്രയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി ഈ ഒരു അവസരം തന്നതിന്. ഡോക്ടറെ, പ്രീവിയസ് സ്ലൈഡ്സിലെ ഫസ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കോ? രാഗങ്ങളുടെ ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മൂവ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് MAI വനിതാ കമ്മിറ്റിയുടെ ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഒന്നുകൂടിയും രേഖപ്പെടുത്തുന്നു. ഇതുവരെ കേട്ടിരുന്ന എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു വളരെ സന്തോഷം നിറഞ്ഞ സംഗീത ചികിത്സാ വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിരുന്നു ഡോക്ടർ ഭരദ്വാജ്, ഡോക്ടറുടെ ക്ലാസ്. ഇനി ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിലോ ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അങ്ങനെ. ഉറപ്പായിട്ടും. ഒരു സംശയം, ഈ മ്യൂസിക് തെറാപ്പി ചെയ്യാൻ ഡോക്ടേഴ്സിന് മാത്രമല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് മ്യൂസീഷ്യൻസിന് പറ്റില്ലല്ലോ? ഇപ്പൊ ശരിക്കും പറ്റുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പിസ്റ്റുകളായിരിക്കും. മ്യൂസിക് തെറാപ്പിക്ക് ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില കോഴ്സുകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കാണുന്നത് കൂടുതലും മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളാണ് മ്യൂസിക് തെറാപ്പി കോഴ്സുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ നമുക്ക്, സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ 6 കൊല്ലത്തോളം ഉണ്ട്. 1 കൊല്ലത്തെ PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അതാണ് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വലിയൊരു കോഴ്സ്. അതുകൂടാതെ ഒരു സെന്ററിൽ, എനിക്കൊന്ന് തമിഴ്നാട്ടിലൊക്കെയാണ്, ബാലാജി യൂണിവേഴ്സിറ്റിയുടെ ഒരു MSc ഇൻ മെഡിക്കൽ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു 2 കൊല്ലത്തെ കോഴ്സാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോ നിലവിലുള്ള കോഴ്സുകൾ. സാധാരണ നിലയിൽ മ്യൂസിക് തെറാപ്പി ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പിസ്റ്റുകളായിട്ടുള്ളവര് സർട്ടിഫൈഡ് ആവണം എന്നുള്ള നിർബന്ധമാണ്. അല്ലാതെ ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ മ്യൂസിക് തെറാപ്പി കോഴ്സ് ചെയ്യുന്നത് അപൂർവമാണ്. അപൂർവം എന്ന് പറഞ്ഞാൽ മറ്റവരെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ കുറെ പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് അവരെ മെഡിക്കൽ മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ കൊല്ലം അവസാനമായിട്ട് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ മെഡിക്കൽ മ്യൂസിക് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതില് മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മ്യൂസിക് തെറാപ്പിസ്റ്റുകളാണ് ഉള്ളത്. അല്ലാത്ത മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ കൂടുതലും ഈ ഡിപ്ലോമ കോഴ്സസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സസ്, PG ഡിപ്ലോമ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മ്യൂസിക് തെറാപ്പിസ്റ്റുകളാണ്. സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് ചെയ്യാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിയമപരമായിട്ട് നേരിടാനുള്ള കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു കൺസെൻസസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ചെറിയൊരു 5 മിനിറ്റും കൂടി നമുക്ക് നിൽക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഡോക്ടറെ ഇതില് നമ്മുടെ ആയുർവാണിയിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇതിനുണ്ടായിട്ടുണ്ട്. താങ്ക് യു, സന്തോഷം. അപ്പൊ അത് ഇത് ഇപ്പൊ അവസാനം ക്ലാസ്സിന്റെ എൻഡ് വരെ ഉണ്ടായിരുന്നു. അതും വളരെയധികം സന്തോഷം. വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? യെസ്, പറഞ്ഞു. ഒരു ചോദ്യം. അതായത് ഇപ്പൊ നമ്മള് പലപ്പോഴും മനഃശാന്തിക്ക് ആയിട്ടാണ് നമ്മള് മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷെ അത് ഉത്തേജിപ്പിക്കാനായിട്ട്, അതായത് കുറച്ച് ഡിപ്രഷൻ മാതിരിയുള്ള കേസുകളിലൊക്കെ ആളെ അതിന് പ്രത്യേക തരത്തിൽ ഇപ്പൊ പല വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ ഒരുപാട് മെറ്റൽ, ഹെവി മെറ്റൽ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പല ടൈപ്പ് മ്യൂസിക്കുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും ചില രാഗങ്ങൾ നമ്മുടെ ഇന്ത്യയില് കൂടുതൽ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളത് രാഗം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം രാഗം നേരത്തെ പറഞ്ഞ പോലെ സംഗീതത്തിന്റെ ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ. അതിന് പാകത്തിനുള്ള ചില രാഗങ്ങളുണ്ട്. അപ്പോ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളൊരു സാഡ്, തമസ് ആവരണം ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്യുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന് രജസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ തമസിനെ മാറ്റാം, സന്തോഷം എന്നുള്ളൊരു രീതിയിൽ ചെയ്യാം. അപ്പോ ഒരെണ്ണത്തിന് വേണ്ടത് നമുക്ക് പ്രവൃത്തിയാണ്, കൂടുതൽ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് രാഗത്തിനെക്കാട്ടിലും കുറച്ചും കൂടിയും താളമാണ് അവിടെ പ്രധാനമായിട്ടും വരിക. അപ്പൊ നല്ല താളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. എന്നാൽ രാഗത്തിൽ തന്നെ കുറേയും കൂടിയും താളത്തിൽ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് തന്നെ അതിലൊരു വിരസത അല്ലെങ്കിൽ അതിലെ ഒരു ദുഃഖഭാവമൊക്കെ അതിൽ മാറ്റം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില രാഗങ്ങളും ഉപയോഗിക്കാം. അപ്പൊ അതിന് പാകത്തിനുള്ള രാഗങ്ങൾ ഇപ്പൊ ഹാപ്പി ആയിട്ടുള്ള പല രാഗങ്ങളുണ്ട്. ശങ്കരാഭരണം, ഹംസധ്വനി, മോഹനം പോലെയുള്ള, അതിൽ എസ്പെഷ്യലി മോഹനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു പ്ലേഫുൾ, നമ്മൾ കൃഷ്ണന്റെ ഒക്കെ ഒരു കളി എന്നൊക്കെയുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ അത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന രാഗമൊക്കെ മോഹനാണ്. പക്ഷെ താളപ്രധാനമായിട്ടുള്ള തില്ലാനകളാണ് നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിൽ കൂടുതൽ ഉപയോഗിക്കുക. അതല്ലാതെ തന്നെ നമുക്ക് പ്രോഗ്രസീവ്ലി താളത്തിനെ കൂട്ടാൻ പാകത്തിന്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ നാടൻ പാട്ടുകൾ, നമ്മളുടെ കാർഷിക സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന പല നാടൻ പാട്ടുകളുടെയും ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെ അതായിരുന്നു. കാരണം അവർക്ക് ആ സമയത്ത് തളർച്ച തോന്നരുത്, അവരുടെ ജോലിയുടെ ഇടയിൽ തളർച്ച തോന്നരുത് എന്നൊക്കെയുള്ള ഉദ്ദേശമായിരുന്നു. അപ്പൊ അതൊരു തരം ഉത്തേജനം തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അതിനവര് വേഗത എന്നുള്ള ഒരു കാര്യത്തിനെ വളരെയധികം ഉപയോഗിച്ചിരുന്നു. കാരണം നാടൻപാട്ട് തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു വേഗതയാവില്ല കഴിയാറാവുമ്പോഴേക്കും ഉണ്ടാവും, അതിങ്ങനെ കൂട്ടിക്കൂടി കൊണ്ടുവരും. അപ്പോ വേഗത അല്ലെങ്കിൽ താളം എന്നുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ ഈ ഉത്തേജനം എന്നുള്ളൊരു കാര്യം നമ്മൾ ഹിതകരമായിട്ടുള്ള രീതിയിൽ പ്രാവർത്തികമാക്കുക. ഓക്കെ. അതെ, അത് ഞാൻ ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അതായത് ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസില് അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുറച്ചൊരു ബോറിംഗ് ആയിട്ടുള്ള ജോലികളാണെങ്കിൽ ആ സമയത്ത് മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇതുണ്ടായിരിക്കും, ഒരു പ്രത്യേക ഒരു ഉത്തേജനം ഉണ്ടായിരിക്കും. അതെ 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 അത് ഈ നാടൻ പാട്ടുകളിലെ ഒരു മെയിൻ ആശയം അതായിരുന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അത് കാണുന്നത് ജിമ്മുകളിലാണ്. ജിമ്മുകളിൽ വെയിറ്റ് ഒക്കെ എടുത്ത് ആകെ തളർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിന് പാകത്തിനുള്ള മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിന്റെ ഒരു ഫീല് മാറും, കുറച്ചും കൂടി എനർജി വരുന്ന ഒരു ഫീല് വരും. ഈ പഠിക്കണ സമയത്ത് പാട്ട് വെച്ച് പഠിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ ചില കുട്ടികൾക്ക്, അത് എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാം? അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ത് തരം പാട്ട് എന്നുള്ളത് പോലും നമ്മൾ നോക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ ബൈനോറൽ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഗൂഗിളിൽ കാണാൻ പറ്റും, സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഈവൻ യൂട്യൂബിൽ കുറെ ട്രാക്കുകൾ ഉണ്ട്. ഇപ്പൊ ബൈനോറൽ, BINAURAL എന്ന് പറയും, ബൈനോറൽ ബീറ്റ്സ്. ബൈനോറൽ ബീറ്റ്സ് ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തരം മ്യൂസിക് തെറാപ്പി അപ്രോച്ച് ആണ്. നമ്മുടെ രണ്ട് ചെവിയിലും ഓരോ തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് കടത്തിവിടുക. അപ്പൊ ബ്രെയിൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക അതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ പല എഫക്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അത് എത്ര കണ്ട് യുക്തിപൂർവമാണെന്നുള്ളത് സംശയമാണ്. എന്നാലും കൂടുതലും പ്രാക്ടീസ് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക.
അത് പല ആവശ്യങ്ങൾക്ക് പല രീതിയിലുള്ള ഫ്രീക്വൻസികൾ വെച്ച് ചെയ്യുന്നതുണ്ട്. ഈവൻ മുടി വളരാൻ വരെ ബൈനോറൽ ബീറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുണ്ട്. അപ്പൊ അത് ചിലർ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ കളേർഡ് നോയ്സ് ഉണ്ട്. ഓരോ നോയ്സുകൾ ഓരോ പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള കുറെ ശബ്ദങ്ങളെ ഒരുമിച്ച് കൂടിച്ചേർത്ത് നമ്മൾ ഒരു കളർ, നമ്മൾ ഈ കളറുകൾക്ക് പല ഫ്രീക്വൻസി പറയുന്നത് പോലെ ശബ്ദങ്ങൾക്കും നമ്മൾ കളറായിട്ട് പറയും. ഇപ്പൊ വൈറ്റ് നോയ്സ് ഉണ്ട്, ബ്ലാക്ക് നോയ്സ് ഉണ്ട്, പിങ്ക് നോയ്സ് ഉണ്ട്, ബ്രൗൺ നോയ്സ് ഉണ്ട്, വയലറ്റ് നോയ്സ് ഉണ്ട്, ബ്ലൂ നോയ്സ് ഉണ്ട്. ഈ കളറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ ഫ്രീക്വൻസി വെച്ചിട്ടാണ്. പൊതുവെ നമ്മൾ വൈറ്റ് നോയ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുക. ചിലർക്ക് പക്ഷെ ബ്ലാക്ക് നോയ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓരോരുത്തർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ളത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പറ്റുന്ന പാട്ട് വളരെ വ്യത്യസ്തം ആയിരിക്കും. ചില ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ബാക്കിയുള്ളവരെ പാട്ട് കേൾപ്പിക്കുകയും വേണ്ടി വരിക. അപ്പൊ അവർക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് പഠിക്കാൻ പറ്റുന്നുള്ളത് അത്രയും വൈവിധ്യമാർന്ന തരത്തിൽ പോലും നമുക്ക് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഡോക്ടറെ, താങ്ക് യു. അതുപോലെ പ്രഗ്നൻസി, ഗർഭിണീചര്യയിലും നമ്മൾക്ക് ഈ മ്യൂസിക് തെറാപ്പിയുടെ യൂസ് പറയാലോ അല്ലെ? ഉണ്ട്. അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഗർഭിണീചര്യയില് വളരെ കൗതുകകരമായിട്ടുള്ള തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓരോ മാസത്തിനനുസരിച്ചിട്ടുള്ള രാഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ 3ാമത്തെ മാസം തൊട്ട് തന്നെ നമുക്ക് വളരെ ഇന്റൻസീവ് ആയിട്ട് മ്യൂസിക് തെറാപ്പി ചെയ്യാൻ പറ്റും. എന്റെ പേഴ്സണൽ അനുഭവം ഉള്ളത് പ്രഗ്നൻസിയിൽ ബ്രീച്ച് ഡെലിവറി മാറ്റാൻ വേണ്ടിയിട്ട്, അത് കറക്റ്റ് ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് തെറാപ്പി ഉപയോഗിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് നേറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറെ ചെയ്യാൻ പറ്റും. അടിപൊളി. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഡോക്ടർ, എനിക്ക് തോന്നുന്നത് ഡോക്ടർക്ക് ഒരുപാട് കമ്മ്യൂണിറ്റീസും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഡോക്ടറുടെ നമ്പറിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഇതുപോലുള്ള ക്ലാസ്സുകളും സെഷൻസും ഡിസ്കഷൻസും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡോക്ടറെ നമുക്ക് ഇപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള സെഷൻസ് നമ്പർ ഒന്നുകൂടെ കാണിക്കണം. നമ്പർ ഞാൻ ചാറ്റിലൊന്നും കൂടി ഇടാം. ആ വെബ്സൈറ്റും പറഞ്ഞില്ലേ, അതൊന്നും കൂടി ഇട്ടുള്ളൂ. ആ ഒരു നമ്പർ പറയണോ ഡോക്ടറെ? ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്കും വേണമെങ്കിൽ ഇടാം. അപ്പൊ ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ. AMI ചെന്നൈ പ്രതിനിധിയായിട്ട് ഡോക്ടർ സുനന്ദനാണ് സംസാരിക്കുന്നത്. വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഇത് നമ്മൾ ഇനി ഒരുപാട് തുടർന്ന് ചർച്ചകൾക്ക് സ്കോപ്പുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഒത്തിരി വലിയ വാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ 1 മണിക്കൂറിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചു. ഇനി നമുക്ക് ഒരുപാട് പേർക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്തൊരു സെഷനിൽ കൂടുതൽ ഇൻപുട്സുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കൺവീനിയൻ്റ്ലി സെഷൻ തുടരണം. ആ സമയത്തേക്ക് നമ്മളുടെ തോട്ടുകൾ നമ്മളും ഷെയർ ചെയ്യാം. താങ്ക് യു ഡോക്ടർ. Thank you so much. Thank you very much for joining and giving your input, sir. നല്ല ക്ലാസ് ആയിരുന്നു. 94, 95, 95 വരെ എഴുതിയെടുത്തുള്ളൂ, ബാക്കി കണ്ടില്ല. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. Thank you. നല്ല സെഷൻ ആയിരുന്നു ഡോക്ടറെ. ആയുർവാണിയുടെ പല സെഷൻസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ വെറൈറ്റി ആയിട്ട് തോന്നി, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പാട്ടുകളെ പറ്റി പറയുമ്പോൾ ഒരു പാട്ട്, അതായത് ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അപ്പൊ ആ പാട്ടുകൾ നമ്മൾ കേൾക്കാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയില്ലേ, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആ പാട്ട് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത്രയും ഇമോഷൻസ് പുറത്തു വരുമ്പോൾ നമ്മൾ കേൾക്കാത്ത അവസ്ഥയും ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥ ഞാൻ ഷെയർ ചെയ്യണം. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. താങ്ക് യു. ഹോണ്ട് ചെയ്യപ്പെടുന്ന പല മെമ്മറീസും ചിലവർക്ക് ചില പാട്ട് കേട്ടാൽ വരും. അതുകൊണ്ട് അത് കേൾക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ. ആക്ച്വലി മ്യൂസിക് തെറാപ്പി ആസ് എ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആളുകളിൽ പോസിറ്റീവായിട്ടൊരു റിസൾട്ട് തരുന്ന ഒരു
ഇത് തന്നെയാണ്. ഒരു തെറാപ്പി ഏരിയ തന്നെയാണ്. നമ്മുടെ ഡാൻസ് തെറാപ്പി, മ്യൂസിക് തെറാപ്പി ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് എപ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരു തെറാപ്പിയാണത്. സ്ട്രെസ് അതെ ആയിക്കോട്ടെ, ആൻസൈറ്റി ആയിക്കോട്ടെ, ഈവൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലതരം തെറാപ്പി ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ബൈനോറൽ ബീറ്റ്സ് എന്നൊക്കെ പറയുന്നത് കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരിൽ നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് അത് കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ അത്ര സാധാരണയായിട്ട് ആരും ചെയ്യുന്നതായിട്ട് ഞാനും കണ്ടിട്ടില്ല. ഇത് പെട്ടെന്ന് ഭാരദ്വാജ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളിത് പറയുമ്പോൾ പലർക്കും പുതിയൊരു സാധനമാണ്, ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ സ്റ്റഡീസിലൊക്കെ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരിൽ നമ്മളിത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. 2 തരം ബീറ്റ്സ് ആണ് നമുക്ക് ഹെഡ്സെറ്റിൽ അത് കേൾക്കുക. അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ബ്രെയിനിന് കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഭയങ്കര നല്ലൊരു ഇൻഫോർമേറ്റീവ് തന്നെയായിരുന്നു ക്ലാസ്. താങ്ക് യു. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും സന്തോഷം. അല്ല, നമ്മളുടെ ഇവിടെ അത് കോമൺ ആയി വരുന്നേ ഉള്ളൂ. മ്യൂസിക് തെറാപ്പിയുടെ ഒരു അതെ. ഇപ്പൊ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്നവര് കൂടുതലും എബ്രോഡ് എന്നുള്ളവരാണ് മ്യൂസിക് തെറാപ്പിനെ പറ്റി ചോദിക്കാറ്. നമ്മളുടെ നാട്ടിലത് ഒരു യൂസ്ഡ് ആയിട്ട് വരുന്നില്ല. ഈവൻ തെറാപ്പീസ് തന്നെ മൈൻഡ് ഇഷ്യൂസിന് കേൾക്കുമ്പോൾ തന്നെ അതെന്തോ വലിയ പ്രശ്നമായിട്ടാണ് പലരും കേൾക്കുന്നത്. സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. യെസ്, സ്റ്റിഗ്മ ഉള്ളവരാണ് എല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ ഡാൻസ് തെറാപ്പി, മ്യൂസിക് തെറാപ്പി എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലരും വരുന്നത് പുറമേ നിന്നുള്ള ആളുകളാണ് നമുക്ക് കൂടുതലും പോലെ ചോദിച്ചിട്ട് വരുന്നത്. നാട്ടിലുള്ളവരിൽ കൊടുത്തു തുടങ്ങുമ്പോൾ ഒരു മെഡിറ്റേഷൻ ലെവലിലൊക്കെ നമ്മൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്സ് ഒക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അവർക്ക് അതിന്റെ ഒരു റിലാക്സേഷൻ കിട്ടി തുടങ്ങുമ്പോൾ പിന്നീട് അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇത് കൂടുതലായിട്ട് ചെയ്യാൻ എന്താ ചെയ്യുക, എനിക്ക് ഭയങ്കര റിലീഫ് ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അവർ ഏത് രാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് ബീറ്റിലാണ് അവർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇത് നമ്മുടെ അവിടെ കോമൺ ആയി വരണം. ഇത് ഭയങ്കര ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നും ഫീൽ ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് തെറാപ്പി തന്നെയാണ് മ്യൂസിക് തെറാപ്പി. അതെ, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് തന്നെ പേഴ്സണലി നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന, വർക്കൗട്ട് ചെയ്യാവുന്ന, മൂഡ് അനുസരിച്ച് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതിന്റെ ഒരു രീതിയും താളവും ഒക്കെ ഒന്ന് പഠിച്ചെടുക്കേണ്ട ഒരു ഫസ്റ്റത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്കൊരു സെൽഫ് ഹീലിംഗിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. ഡോക്ടറെ പ്രാക്ടീസ് എനിവേ, ഗ്രേറ്റ് ക്ലാസ്. താങ്ക് യു ഡോക്ടർ ഹന്നി. അതുപോലെ ഒരു ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകളെ, അതല്ലെങ്കിൽ ലിമിറ്റ്ലെസ്നെസ് എന്താണ് അതിന് പറയാ, അത് ഒന്നും കൂടി തെളിയിക്കുന്നതായി നമ്മുടെ മ്യൂസിക് സംഗീതാമൃതം എന്ന ക്ലാസ്. ഇതിൽ ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ക്ലാസ് നടത്തിയ ഡോക്ടർ ഭരദ്വാജ് പ്രസാദിന് പ്രത്യേകം വനിതാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ശുഭരാത്രി. ലീവ്.